അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ അവൽ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എണ്ണയും ഇതൊന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 2 കപ്പ് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3 ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി റോസ്റ്റായി വരട്ടെ. നമ്മൾ അവൽ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെയിം പാനിൽ നമ്മൾ ബദാം, അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, നിലക്കടല ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ബദാം ഇട്ട് കൊടുക്കാം. കടലയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് പൊട്ടുകടല ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി പൊട്ടുകടല. എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാകാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ മിക്സിയുടെ കപ്പിൽ തെരുതെരുപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി പൊടിഞ്ഞു പോകണ്ട. നട്ട്സും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 അച്ച് ശർക്കര നമ്മൾ ഒന്ന് ഉരുക്കി പാവാക്കി എടുത്തതാണ്. അതൊന്ന് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം. അവൽ മേലക്കയും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഈ ശർക്കര പാനി മൊത്തമായിട്ട് ഇതിൽ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം. നമ്മൾ ചൂടാകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ മാറ്റി വെച്ചിരുന്ന് നല്ല തണുത്ത് പോരുത്. അതിൻ്റെ മുന്നേ നമുക്കിത് ബോളാക്കി എടുക്കാം. ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇത് മൊത്തമായിട്ട് അങ്ങനെ ബോളാക്കി എടുക്കാം. നമുക്കിതാ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഹെൽത്തിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.